Hi friends, welcome to Pratapjit. Samsung M30s നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ഫോൺ? അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അൺബോക്സ് ചെയ്തൊരു ഇനീഷ്യൽ ഇംപ്രഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ലുക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അൺബോക്സിംഗിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് M30s ബോക്സ്. ഒരു യെല്ലോ ഷെയ്ഡ് കൊടുത്തൊരു ബോക്സ്. ഓക്കെ, നോർമൽ ബോക്സ് തന്നെ. നമുക്ക് അതിൻ്റെ റിയർ സൈഡിലും കുറച്ചധികം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വിശദമായിട്ട് സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞ് നീട്ടുന്നില്ല. നമുക്ക് നേരെ ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളെ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിതിനകത്ത് നേരെ ഫോൺ തന്നെയാണ് കാണുന്നത്. ഇതിൻ്റെ ടോപ്പ് സൈഡിൽ കുറച്ച് ഡീറ്റെയിൽസ്, ഈ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ബോക്സിനകത്ത്. പക്ഷേ കേസ് ഇല്ല കേട്ടോ. ഈ ഒരു ബോക്സിനകത്ത് കേസ് വരുന്നില്ല. അത് ഒത്തിരി വിഷമകരമായൊരു കാര്യമാണ്. കേസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായാനേ. പക്ഷേ കേസ് വരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ M30s. നമുക്ക് ഈ സ്റ്റിക്കറൊക്കെ ഒന്ന് പറിച്ചു കളയാം. സ്റ്റിക്കറൊക്കെ മാറ്റുമ്പോൾ തരക്കേടില്ലാത്തൊരു ഡിസൈനായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഒരു പ്ലാസ്റ്റിക് ഡിസൈൻ, ഒരു പക്ക പ്ലാസ്റ്റിക് ഡിസൈൻ ആണ്. എങ്കിലും നമുക്കൊരു കാര്യം പ്രധാനപ്പെട്ടത് പറയാനുള്ളത്, 6000 mAh ബാറ്ററി ആയിട്ടും ആ ഒരു ഹെവി വെയിറ്റും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. ഓൾറെഡി നമ്മളതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ പറഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു, അത്ര വെയിറ്റ് ഇല്ലാത്തൊരു ഫോൺ ആയിരിക്കുമെന്ന്. അത് തന്നെയാണ് എനിക്ക് കൂടി ഫീൽ ചെയ്യുന്നത്. ഫോണിലേക്ക് വരാം. അതിനു മുമ്പ് ബോക്സിൽ നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റംസ് നോക്കി കഴിഞ്ഞാൽ അഡാപ്റ്റർ 9 watt 1.67 amp. അപ്പോൾ 15 watt ഫാസ്റ്റ് ചാർജിങ് ആണ് നമുക്ക് ഇതിനൊപ്പം കിട്ടുന്നത്. അതേപോലെ ടൈപ്പ് സി കേബിളും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഒരു സിം ഇജക്ടർ ടൂളും നമുക്കതിനകത്ത് കാണാം. അപ്പോൾ കേസ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. അപ്പോൾ കേസ് ഇല്ല, അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത്. പിന്നെ ഈ ഫോണിൻ്റെ ഒരു ഓവർവ്യൂ നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം കൂടുതൽ വിശദമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. ടോപ്പ് സൈഡിൽ നമുക്ക് നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ മാത്രമാണ്, വേറെ പ്രത്യേകിച്ച് അവിടെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിം ട്രേയുടെ ഒരു ഓപ്ഷൻ മാത്രമാണ് കാണുന്നത്. അവിടെ വേറെ ഒന്നുമില്ല. നമുക്ക് സിം ട്രേയുടെ കോൺഫിഗറേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ സിം ട്രേ നോക്കുമ്പോൾ നമുക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാം. അപ്പോൾ ട്രിപ്പിൾ കാർഡ് ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. ഇനി വലതുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ വോളിയം ബട്ടണുകളുണ്ട്. അതേപോലെ തന്നെ താഴെയായിട്ട് പവർ ബട്ടൺ നമുക്ക് കാണാം. ഇത്രയുമാണ് നമുക്ക് വലതുവശത്തുള്ളത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സ്പീക്കർ ഗ്രില്ല്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് താഴത്തെ സൈഡിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഫോണിൻ്റെ റിയർ സൈഡിലേക്ക് വന്നാൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 48 MP മെയിൻ ക്യാമറ, 8 MP വൈഡ് ആംഗിൾ, 5 MP ഡെപ്ത് സെൻസർ, LED ഫ്ലാഷ്, ഫിംഗർ പ്രിന്റ് സെൻസർ, സാംസങ് ബ്രാൻഡിങ്. ഫ്രണ്ട് സൈഡിൽ നമുക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. നോച്ചിനകത്ത് 16 MP സെൽഫി ക്യാമറയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഓവർവ്യൂ എന്ന രീതിയിൽ നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. അതിനിടയ്ക്ക് ഞാൻ ഈ ഫോൺ സെറ്റപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4GB RAM 64GB വേരിയന്റിന് 13,990 രൂപയാണ്. 6GB RAM 128GB സ്റ്റോറേജ് ഉണ്ട്, അതിന് 16,990 രൂപയാണ്. 6.4 ഇഞ്ച് സൂപ്പർ AMOLED ഡിസ്പ്ലേ, ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. പ്രൊസസർ Exynos 9611 ആണ്. അതുപോലെ തന്നെ OS Android 9 One UI ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ക്യാമറ 48 MP, 8 MP, 5 MP. അതേപോലെ വീഡിയോ സ്പെസിഫിക്കേഷൻ നോക്കിയാൽ 4K 30 frames/second സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ലോ മോഷൻ, സൂപ്പർ സ്ലോ മോഷൻ, EIS പോലുള്ള സംവിധാനങ്ങളും വരുന്നുണ്ട്. സൈസ് വെയിറ്റ് 8.9 mm ആണ്. തിക്നെസ് വെയിറ്റ് 188 gram ആണ്. ബാറ്ററി 6000 mAh വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് 15 watt സപ്പോർട്ട് ചെയ്യുന്നു. ചാർജർ ബോക്സിൽ കിട്ടുന്നുണ്ട്. 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഫോൺ സെറ്റപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് One UI ആണ്. അപ്പോൾ ഈ ഒരു സെറ്റപ്പാണ് നമുക്ക് ഇതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. വളരെ സ്മൂത്തായ ഒരു ഇൻ്റർഫേസ് ആണ്, നിങ്ങൾക്ക് കാണാം. അത് നല്ലൊരു ആനിമേഷൻ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇതാണ് One UIയുടെ ഒരു സ്മൂത്ത്നെസ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു One UI നല്ല ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ വരുന്നതെന്ന്. അപ്പോൾ ആ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളും നമുക്കിവിടെ കാണുന്നുണ്ട്. എന്തായാലും വളരെ സ്മൂത്തായ ഒരു ഓപ്പറേഷനൊക്കെ സാധ്യമാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ സെറ്റിംഗ്സിൽ എബൌട്ട് സെക്ഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. എബൌട്ട് സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ One UI കാണാം. അതേപോലെ ആൻഡ്രോയിഡ് വെർഷൻ 9 ആണ്. പിന്നീട് നമുക്ക് ഇതിനകത്ത് സെക്യൂരിറ്റി പാച്ച് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ അത് താഴെയായിട്ട് കാണാം. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാൻ ശരിയാക്കി ഇപ്പോൾ കാണാം. സെക്യൂരിറ്റി പാച്ച് ലെവൽ August 2019. അപ്പോൾ ആ ഒരു ഡേറ്റിലാണ്. അപ്പോൾ ഏറെക്കുറെ ലേറ്റസ്റ്റ് എന്ന് പറയാമല്ലേ. അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി പാച്ച് ലെവലും കാര്യങ്ങളും. സ്റ്റോറേജിലേക്ക് നോക്കിയാൽ 49.3 GB ആണ് കസ്റ്റമർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മൊത്തം 64GB വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ റാം 4GB RAM ആണ്. നമുക്കിവിടെ കാണാം 4GB 2/4 എന്ന് കാണാം. ആ 4GB RAM വേരിയൻ്റ് ആണ് ഈ ഒരു ഫോണിലുള്ളത്. മറ്റുള്ള ഫോണുകളിലാണെങ്കിൽ എബൌട്ട് സെക്ഷനിൽ കൃത്യമായിട്ട് എല്ലാം അവിടെ തന്നെ കാണുന്നത്, പല പല ഭാഗങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റു കുറച്ച് കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ കുറേ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളുണ്ട്. അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്കിവിടെ കാണാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ബ്ലൂടൂവേഴ്സിനകത്ത് കുറച്ചുള്ളതൊക്കെ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. എന്നാലും അത്ര അധികം ഒരു ബ്ലൂടൂവേഴ്സ് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഞാൻ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഒരു ഫോൾഡറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി ബ്ലൂടൂവേഴ്സ് മാത്രമാണ് നമുക്ക് പുറത്ത് കാണുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്തൊക്കെ നമുക്ക് കുറേയൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാം, സാംസങ്ങിൻ്റേതല്ലാത്ത ആപ്ലിക്കേഷനുകൾ.
ഇനി നമുക്ക് ഇതിൻ്റെ സാർ വാല്യൂയും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ സാർ വാല്യൂ വരുന്നത് ഹെഡ് സാർ വാല്യൂ 0.468 ആണ്. അപ്പോൾ ഇതിൻ്റെ തിരക്കേടില്ലാത്ത നല്ലൊരു സാർ വാല്യൂ തന്നെയാണ്. സാംസങ് എപ്പോഴും സാർ വാല്യൂവിൻ്റെ കാര്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഫോൺ എടുക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഫോൺ എന്തായാലും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ക്യാമറയുടെ API ലിമിറ്റഡ് ആണ്. അപ്പോൾ വെച്ചാൽ അതൊന്നും എനേബിൾഡ് അല്ല. അപ്പോൾ ഗൂഗിൾ ക്യാമറ പോലുള്ള ആപ്ലിക്കേഷനുകൾ ഡിഫോൾട്ടായിട്ട് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. വൈഡ് ബാൻഡ് L1 സർട്ടിഫിക്കേഷൻ ഉള്ള ഡിവൈസ് ആണ്. ഫിംഗർ പ്രിന്റ് സെൻസറിൻ്റെ പെർഫോമൻസ് നമുക്കൊന്ന് നോക്കാം. അത്രയ്ക്കും ഫാസ്റ്റായ ഒരു സംഭവമായിട്ട് എനിക്ക് യൂസ് ചെയ്തപ്പോൾ തോന്നിയില്ല. ഓക്കെ, നമുക്കിവിടെ ഒന്ന് വിശദമായിട്ട് നോക്കാം. ഓക്കെ, അത്യാവശ്യം സ്പീഡുണ്ട്, എങ്കിലും എനിക്ക് കമ്പാരിറ്റീവ്ലി സ്ലോ ആയിട്ടാണ് തോന്നുന്നത്. സാധാരണ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. എന്തായാലും അത്യാവശ്യം സ്പീഡുണ്ട്, പക്ഷേ എങ്കിലും കാരണം ഒരു ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അത്ര ഫാസ്റ്റായ ഒരു ഫിംഗർ പ്രിന്റ് സെൻസർ അല്ല അതിനകത്തുള്ളത്, ഇത്തിരി സ്ലോ ആണ്. സാധാരണ മറ്റ് ഫോണുകളിൽ ഈ റേഞ്ചിലെ മറ്റ് ഫോണുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടി ഫാസ്റ്റായ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉള്ള അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ ഫീഡ്ബാക്ക് അങ്ങനെ പറയാം, വൈബ്രേഷൻ മോട്ടറിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു ഫീഡ്ബാക്ക് ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മയുണ്ട്, പിന്നെ ഇത്തിരി സ്ലോവുമാണ്. ഫേസ് അൺലോക്ക് അതിനേക്കാൾ കുറച്ചും കൂടി ഫാസ്റ്റാണ്. ഫേസ് അൺലോക്കും സ്വല്പം സ്ലോ തന്നെയാണ്. അപ്പോൾ സെക്യൂരിറ്റി സംവിധാനങ്ങൾ രണ്ടും കുറച്ച് സ്ലോ ആണ്. ഇവിടെ AMOLED ഡിസ്പ്ലേ ഒക്കെ ഉണ്ടെങ്കിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഒന്നും കിട്ടുന്നില്ല. നമുക്ക് റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. എന്തായാലും സെക്യൂരിറ്റി സംവിധാനങ്ങൾ കുറച്ച് സ്ലോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ക്യാമറ ഇൻ്റർഫേസിലേക്ക് വന്നാൽ ഹൈപ്പർ ലാപ്സ്, സ്ലോ മോഷൻ, സൂപ്പർ സ്ലോ മോഷൻ, അതേപോലെ തന്നെ വീഡിയോ, ഫോട്ടോ അങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ നമുക്കിവിടെ കാണാം. നോർമലായിട്ട് വരുന്ന എല്ലാ ഓപ്ഷൻസും ഉണ്ട്. വീഡിയോയിൽ നമുക്ക് വൈഡ് ആംഗിൾ അടക്കം കിട്ടുന്നുണ്ട്. അതുപോലെ ഫോട്ടോസ്, ലൈവ് ഫോക്കസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാം. അപ്പോൾ ഒരുവിധം ഈ സാംസങ് ഫോണുകളിൽ കണ്ടുവരുന്ന എല്ലാ ഫീച്ചറുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്യാമറ ഇൻ്റർഫേസ്. നൈറ്റ് മോഡ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം. അപ്പോൾ ഇതിൻ്റെ ഷട്ടർ സ്പീഡൊക്കെ നല്ല ഫാസ്റ്റാണ്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ടപ്പട്ടപ്പേന്ന് ഫോട്ടോ എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ല ഫാസ്റ്റായ ഒരു ഷട്ടർ സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഇഷ്യൂസ് ഇല്ല. അതേപോലെ പ്രോസസ്സിങ്ങും വേഗം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ ഇമേജുകൾ ഓപ്പൺ ആയി വരുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, വളരെ ഫാസ്റ്റായിട്ട് തന്നെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് ഇമേജുകൾ. അപ്പോൾ എന്തായാലും നല്ലൊരു ക്യാമറ പെർഫോമൻസ് നമുക്കിവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കുറച്ച് ഇമേജുകൾ എടുത്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഞാനത് സാമ്പിളുകൾ കാണിക്കാം. പിന്നെ നിങ്ങൾക്കിവിടെ കാണാം ഇതിൽ വീഡിയോ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ സപ്പോർട്ടഡ് ആണ്. അത് ഇവിടെ എനേബിൾ ചെയ്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കും. ഇനി സെൽഫി ക്യാമറ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം വൈഡ് ആംഗിൾ. സെൽഫി ക്യാമറയ്ക്കും വൈഡ് ആംഗിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോർമൽ ആംഗിളും കുറച്ച് വൈഡ് ആംഗിളൊക്കെ ഉണ്ട്. നമുക്ക് നോർമൽ ആംഗിളിൽ വെച്ചുകൊണ്ട് ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് സെൽഫി ക്യാമറയുടെ ഇൻ്റർഫേസ് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് നേരെ സാമ്പിളുകളിൽ കിടക്കാം. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്നുള്ളത് ഞാൻ സാമ്പിളുകൾ വഴി തന്നെ കാണിച്ചു തരാം. ജസ്റ്റ് കുറച്ച് സാമ്പിളുകൾ മാത്രം. ക്യാമറ റിവ്യൂ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് 48 മെഗാ പിക്സൽ എടുക്കണമെങ്കിൽ ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ ഈ ഒരു റേഷ്യോ സെലക്ട് ചെയ്യുന്നിടത്താണ് നിങ്ങൾക്ക് 48 മെഗാ പിക്സലിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കുക. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് 48 മെഗാ പിക്സൽ ഇമേജുകൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത് കുറച്ച് മെയിൻ ക്യാമറ ഇമേജുകളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകളായിട്ട് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും യാതൊരു ഇഷ്യൂസും ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ രീതിയിൽ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകളായിട്ടാണ് തോന്നുന്നത്. ഒന്ന് വിശദമായിട്ട് ഒരു കുറച്ച് ഇമേജ് സാമ്പിളുകൾ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയും ഇമേജുകൾ കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇമേജുകളായിട്ട് തന്നെയാണ് തോന്നിയത്. അപ്പോൾ മെയിൻ ക്യാമറ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. യാതൊരു ഇഷ്യൂവും പറയത്തക്കതായിട്ട് ആ ഭാഗത്ത് നമുക്ക് കാണുന്നില്ല. ഇനി നമുക്ക് ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല മികച്ച ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ കാര്യത്തിലും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മെയിൻ ക്യാമറ എന്തായാലും ഇംപ്രസീവായ ഒരു പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഡേ ലൈറ്റിൽ തന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സാമ്പിളുകൾ മാത്രമാണ് ഇവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ചെറിയ ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം കൂടുതൽ വിശദമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ക്യാമറ റിവ്യൂ. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ റിവ്യൂ, ഗെയിമിംഗ് റിവ്യൂ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, കണ്ടു നോക്കാം. സെൽഫി ക്യാമറയുടെ ഇമേജാണ് ഈ കാണുന്നത്. എനിക്ക് സെൽഫി ക്യാമറയുടെ ഇമേജുകളുടെ ഷാർപ്നെസ് ലെവൽ വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. ഇമേജുകൾ ഇത്തിരി സോഫ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. അത്രയും ക്വാളിറ്റി ഉള്ളൊരു സെൽഫി ക്യാമറയായിട്ട് തോന്നുന്നില്ല. എന്തായാലും അത് ഉടനെ തന്നെ ഈ ഫോൺ അൺബോക്സ് ചെയ്ത് ഉടനെ തന്നെ ക്യാമറയുടെ ഒരു ക്വാളിറ്റിയെ വിലയിരുത്തുന്നത് ശരിയല്ല. എന്തായാലും വരും ദിവസങ്ങളിൽ വിശദമായിട്ട് പരിശോധിച്ചിട്ട് അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു ക്യാമറ റിവ്യൂ വിശദമായിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വരുമ്പോഴും നമുക്ക് അത്ര വലിയ ഇംപ്രസീവായ ഒരു പെർഫോമൻസ് ആയിട്ട് തോന്നുന്നില്ല സെൽഫി ക്യാമറ. എന്തായാലും വിശദമായിട്ട് അടുത്ത ദിവസം ക്യാമറ റിവ്യൂ ചെയ്യാം. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ഒരു വീഡിയോ ഞാനവിടെ അവസാനിപ്പിക്കുകയാണ്. ജസ്റ്റ് നല്ലൊരു ഡിസൈനും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ക്യാമറയും തരക്കേടില്ലാത്തൊരു നല്ല ക്വാളിറ്റിയുള്ള മെയിൻ ക്യാമറ. സെൽഫി ക്യാമറ അത്ര ഇംപ്രസീവായിട്ട് നമുക്കൊരു ഇനീഷ്യൽ ഇംപ്രഷനിൽ തോന്നുന്നില്ല. എങ്കിലും അടുത്ത ദിവസങ്ങളിൽ വിശദമായിട്ട് നമ്മളതിൻ്റെ ഫുൾ റിവ്യൂ ചെയ്യുമ്പോഴേക്കും കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഈ കണ്ടത് മുഴുവൻ ഒരു ജസ്റ്റ് അൺബോക്സിംഗ്, ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ ആയിരുന്നു. അപ്പോൾ അൺബോക്സിംഗും ഇനീഷ്യൽ ഇംപ്രഷനും കഴിയുമ്പോൾ തിരക്കേടില്ലാത്തൊരു ഡിസൈനൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. എന്തായാലും അതിൻ്റെ ഇൻഹാൻഡ് ഫീലിനെ കുറിച്ചൊക്കെ ഞാൻ എന്തായാലും ഫുൾ റിവ്യൂവിൽ പറയാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ക്യാമറയുടെ ക്വാളിറ്റി ഇപ്പോഴേക്ക് അത്ര വലിയ ഇംപ്രസീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും അത് കുറച്ച് ഒന്നും കൂടി വിശദമായിട്ട് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം
ഒരു ക്യാമറ റിവ്യൂയും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.